സാറേ ഞാൻ ഇറങ്ങുവാണ്. ആ എല്ലാം റെഡിയാണ് സാറേ, ഞാൻ എത്തും. ആ ഇല്ല, റെയിൽവേ സ്റ്റേഷനിൽ പോവാ, ട്രെയിൻ കയറുക, അത്രേ ഉള്ളൂ. ആ ഓക്കെ സാർ, ഓക്കെ 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 സാർ. തങ്കം വന്നേ. ആ റെഡിയായി. എന്താ ചെയ്യാ, അപ്പുകുട്ടൻ സാറ് വിളിച്ചോണ്ട് സാറിന് ഈ പറഞ്ഞ മാതിരി ഞാനില്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല. പ്രതിനിധി സമ്മേളനത്തിന് കാരണം ഇവിടുന്ന് വേറെ ഒരു വായി നോക്കളെയും വിളിച്ചിട്ടില്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്, പാർട്ടിയിൽ കൊണ്ടുപോകാൻ കൊള്ളാന്നുള്ള സംസാരിക്കാനും എല്ലാത്തിനും യോഗ്യരായിട്ടുള്ള അങ്ങനെ അധികം പേരില്ലല്ലോ. ഉള്ളതിൽ നല്ലത് നോക്കി അങ്ങ് വിളിച്ചു. വരാം. പിന്നെ എന്താ രാവിലെ ഓരോരോ ഇടങ്ങേറുകളെ കഴിക്കാനല്ല, അവിടെ ചെന്ന് കഴിച്ചിട്ട് പോണില്ല. ഇല്ല വേണ്ട, അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ മുതൽ സ്വീകരിക്കാൻ ആളുണ്ടാവും. പിന്നെ നേരെ AC കാറ്, AC റൂം, പിന്നെ ഫുൾ AC-യിലാണല്ലോ. പിന്നെ ട്രെയിനും കൂടി AC ആക്കാറുന്നില്ലേ? ട്രെയിൻ AC ആണ്. ആണോ? അതിനിടയ്ക്കല്ലേ എന്തേലും വരും. പക്ഷെ പിന്നെ ഒരു തടസ്സം പറഞ്ഞത് നല്ലതാണ്. എന്താ തടസ്സം? ഒന്നുമില്ല, അതാണ്ട് നോക്ക് രാവിലെ ഇപ്പം അതിനിടയ്ക്ക് ഗൂഗിൾ പേ ചെറിയ കംപ്ലൈൻറ്റ്, അതിന് പൈസ ഇതാവണില്ല, ഒന്നും അങ്ങോട്ടും പോണില്ല. ATM അത് ഇതായിപ്പോയി, അത് പുതുക്കണം. അതിന് ഡെയിലി ബാങ്കിൽ പോകാൻ സമയം കിട്ടണ്ടേ? ഈ ഒരു 500 രൂപ ഞാൻ 500 രൂപ എടുക്കില്ല. സത്യമായിട്ടില്ല, ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് തന്നേനെ. ഇത് ഒരു നല്ല കാര്യത്തിന് പോണ്, പ്രതിനിധി സമ്മേളനത്തിന് പോണാണ്. അടുത്ത സമ്മേളനത്തിൽ നമ്മൾ ഒരുമിച്ചാണ് പോണത്, കുടുംബത്തോട് നമ്മൾ അവിടെ പോയി. അങ്ങനെയൊന്നുമില്ല, അടുത്ത സമ്മേളനത്തിന് നമ്മൾ ഫാമിലി ആയിട്ട് പോയി നമുക്ക് അനുവദിച്ചിട്ടുള്ള AC റൂമിൽ നമ്മൾ ഒരുമിച്ച് അവിടെ. ഇത് പറഞ്ഞില്ലേ, നമ്മളിതൊക്കെ ഉപയോഗപ്പെടുത്തണം. ഓരോരുത്തന്മാർ ഫാമിലി ആയിട്ട് അവിടെ വരും. ഇപ്പോഴത്തെ എന്തായാലും ഇതിങ്ങനെ പോട്ടെ. നീ ഒരു കാര്യം ചെയ്യും, ട്രെയിനിൽ കൊല്ലം വരെ 200, അങ്ങോട്ട് AC-യിൽ ഇങ്ങോട്ട് AC-യിൽ 200, 400. പിന്നെ ഫുഡ് കാര്യങ്ങൾ ഒരു 100 രൂപ വട്ടച്ചെലവ്. അല്ല, ട്രെയിനിനകത്തൊക്കെ ഉള്ള വട്ടച്ചെലവ് ഒരു 500 രൂപ എടുക്ക്. പൊന്ന് ക്ലീറ്റ, എൻ്റെ സത്യമോ പറഞ്ഞത്? ആകെ 50 രൂപ ഉണ്ടായി, ആകെ എണ്ണിത്. അത് ഞാൻ റൊണാൾഡിൻ്റെ കൊടുത്തു വിട്ടേക്കാണ്, റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കാൻ വേണ്ടിയിട്ട്. അതിനിപ്പോൾ 50 രൂപ എടുത്ത് അവിടെ അരി വാങ്ങിക്കാൻ കൊടുത്തു വിട്ടത്? എൻ്റെ പൊന്ന് ക്ലീറ്റ്, അത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. താഴത്തെ അമ്പിളി ചേച്ചിക്ക് കൊടുക്കാറില്ലേ, അവർ 25 രൂപ കിലോത്തിന് തരൂലേ. എൻ്റെ പേഴ്സിൽ ഒരു സാധനം ഇല്ല, അത് വിറ്റ് കിട്ടിയ പൈസ ഉണ്ടായാലും എനിക്ക് എൻ്റെ കയ്യിൽ 10 പൈസ കാണുള്ളൂ. 10-650. കാര്യം കുറച്ച് കഷ്ടം തന്നെ. 50 രൂപ ഉണ്ടായിരുന്നെങ്കിൽ പാസഞ്ചറിൽ കയറിയെങ്കിലും പോവായിരുന്നു. പോകാൻ പൈസ എനിക്ക് പോണ്ട, പൂട്ടസാറിനോട് പൈസ അയച്ചാൽ. നിനക്ക് തമാശ കളി. അതാ പറഞ്ഞ, പൂട്ടസാറിനോട് അയച്ചാൽ അവരുടെ പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടിട്ടല്ലേ. അപ്പുകുട്ട സാറിൻ്റെ അടുത്ത് അങ്ങനെയൊന്നും അല്ല എല്ലാരും പോണത്. ഞാൻ എങ്ങനെയെങ്കിലും പൊക്കിയോളാം. ഇനി നീ അതിനെ കുറിച്ച് ആലോചിച്ച് അലവുണ്ടാക്കണ്ട. കഷ്ടമാണ് കേട്ടോ, ഒരു 50 രൂപ പോലും എടുക്കാല്ലെന്ന് പറഞ്ഞാൽ എന്ത് തങ്കം ഇത്. നിങ്ങൾ എന്തൊരു പണിയാ കാണിച്ചേ? എന്റെ അമ്മ റേഷൻ വാങ്ങിക്കാൻ വന്നപ്പം കൈവതിയത്തിലെന്ന് പറഞ്ഞു അരിയെടുക്കാൻ കൂടാ എന്ന് മുതൽ ആ തീരുമാനം ഉണ്ടായത്. പണ്ടേ ഉള്ളതെന്ന് പറഞ്ഞു, പണ്ടേ ഉള്ളതെന്ന് പറഞ്ഞു. എങ്ങോട്ട് പോകാൻ? ഞാൻ ഇതിന്റെ സംഭവം അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. എന്തുവാ ഇത്? പൊതുജനങ്ങളുടെ സ്ഥാപനം. ഞങ്ങൾ ഉണ്ടായിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കും. ഈ ഞങ്ങളുടെ അമ്മ വന്ന് റേഷൻ ചോദിച്ചപ്പം വിരൽ പതിച്ചില്ലെന്ന് പറഞ്ഞു വിട്ടുന്നു. വിരൽ പതിപ്പിക്കാൻ റേഷൻ തരത്തില്ല. ആര് പറഞ്ഞു? അല്ലെങ്കിൽ മറ്റേ OTP വരുന്ന മൊബൈൽ കൊണ്ടുവരണ്ടായിരുന്നോ? എനിക്ക് OTP വരുന്ന മൊബൈൽ ഇല്ല, OPP വരുന്നേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, നീ പതിപ്പിച്ച് പഠിച്ചോണ്ട് പോ. അയ്യോ, എനിക്ക് റേഷൻ കാർഡ് പേരില്ലെന്ന്. അത് എവിടെയുള്ള കുറ്റം? ഇവരല്ലേ റേഷൻ കാർഡ് പേര് ചേർക്കുന്നുണ്ട്. അയ്യോടാ, വീട്ടിൽ ഇരിക്കുന്ന അവർ വന്നു കൊച്ചനെ കാര്യം വെക്കണ്ട. നീ പോയി നിന്റെ പെണ്ണുമ്പിള്ളെ കൊണ്ടുവന്ന് അയ്യോ, ചെവിന്നുള്ളിക്കാൻ പോൺ. ചടിച്ചന്റെ ഞങ്ങളുടെ പ്രാവശ്യത്തെ റേഷൻ തങ്കുന്തി ചേട്ടത്തിക്ക് വരാൻ പറ്റിയില്ല, മറ്റേ OTP പറഞ്ഞു തരാന്ന് പറഞ്ഞു. അറിയാം. കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്ര തന്ത്രമന്ത്രം. അച്ചമ്മി എവിടെ പോവാ? എവിടെ പോവാ? ഞാൻ പറഞ്ഞല്ലേടേ, കൊല്ലത്ത് സമ്മേളനം ഉണ്ടെന്ന്, പ്രതിനിധി സമ്മേളനം. ഞങ്ങളാരും പറഞ്ഞു. ഇവിടെ മുതിർന്ന നേതാക്കന്മാരോട് നീ എന്താ പറഞ്ഞേ? എന്നാ മച്ചു പോയിട്ട് നാളെ വരത്തുള്ളൂ. അല്ലേ, കൊല്ലത്തല്ലേ, ചിലപ്പോൾ ഞാൻ ഇന്ന് തന്നെ വരും, ചിലപ്പോൾ നാളെ ആവും. അതെ, കയ്യിലെന്തോ ഉള്ളേ? അരി റേഷൻ കാർഡ്. കോമഡി അടിക്കല്ലേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പോക്കറ്റിൽ ഈ ഇരിക്കുന്ന ഫോൺ അല്ലാതെ വേറെ എന്തോ പോക്കറ്റിലുണ്ട്? ഒന്നുമില്ല. 50 രൂപ അങ്ങനെ ചേട്ടത് റേഷൻ കടയിൽ പോകാൻ തന്ന്
30 രൂപ കടയില്ല, 20 രൂപയ്ക്ക് 2 പഴം ഒരു സോഡ കാര്യങ്ങളും കുടിച്ചു. ബാക്കി 20 രൂപ അതിനിടയ്ക്ക് അതും തിന്നാണ് നീ. എടാ ദൂരത്തടിക്കുന്നതിന് ഒരു കണക്കില്ലേ? ആ 20 രൂപ ഉണ്ടായിരുന്നെ പാസഞ്ചർ കയറി കൊല്ലത്തെത്തായിരുന്നു. എടേ അതെ, 20 രൂപ ഞാൻ എടുത്താലുള്ള കരാറുമേലാണ് ഞാൻ ഈ കൊട്ട വെളുത്ത് റേഷൻ കട പോകാൻ തന്നെ സമ്മതിച്ചത്. തങ്കച്ചേട്ടൻ സീരി വെച്ചതാണ്. തങ്കഞ്ചേട്ടത്തിക്ക് എന്തുകൊണ്ട് പറഞ്ഞൂടാ? കഷ്ടപ്പെടണ ഞാനല്ലേ, എനിക്ക് അധ്വാനിക്കണമല്ല അതിന്റെ ബുദ്ധിമുട്ടറിയാവൂ. ആര് ആര് നിന്റെ അതെ സംഭവം ഞാനിപ്പോ പറഞ്ഞതൊക്കെ വിട്, വിട്ടു. അത് മായ്ച്ചുകളാം. ഫ്രഷ് ആയിട്ട് എന്താ ഉള്ള കയ്യിൽ എന്തെങ്കിലും പൈസ ആയിട്ട്? പൈസ ആയിട്ടൊന്നുമില്ല, കുറച്ച് നല്ല ഐഡിയാസ് അലക്കണം. അത് വേണ്ട, അത് ആ ചെളി ഐഡിയാസ് ആയിരിക്കും, ആ തലയിൽ തന്നെ വെച്ചോ കേട്ടോ. ഞാൻ കാര്യമായിട്ട് ചോദിക്കണം, കൊല്ലത്ത് പോയിട്ട് വന്നാൽ ഉടനെ നമുക്ക് എടുക്കാം. ആ രീതിയിൽ ഒരു 500 10 രൂപ പോലും നടക്കത്തില്ല. 300 250. അതാണ് ഞാൻ ആദ്യമേ 10 പറഞ്ഞത്. നടക്കത്തില്ല. കാര്യം വർഗീസ് അച്ഛൻ്റെ ബൈക്ക് ഇറങ്ങും, അന്നേരം പൈസ കിട്ടും. മറ്റന്നാ മതിയോ? സമ്മേളനം മറ്റന്നാളല്ല, ഇനി അത് മാറ്റി വയ്ക്കാനും പറ്റൂല. സമ്മേളനത്തിന് നാളെയാണ് സമ്മേളനം. അതിൽ പൈസ ഒന്നുമില്ല മച്ചം, സത്യം കിട്ടും. അതുകൊണ്ടില്ലേ നിന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ലല്ലോ, ഒരു ഉപയോഗം. ഞാനും പറഞ്ഞ കൊല്ലത്ത് ഇതെന്ത് റേഷൻ അരി ആ അരി 25 കിലോ. 25? നമുക്കൊരു ചായ കുടിച്ചാലോ? വേണ്ട, ഞാൻ ഇപ്പോൾ തണുത്തുള്ള പഴം കഴിച്ചു. ആടാ, ഒരു ചായയും ഒരു കേക്കും ഒക്കെ കഴിക്കാം. പാ അല്ലേ? ഓ, ഞാൻ കട കണ്ടപ്പോ ഒന്ന് കൊതിച്ചായിരുന്നു. നീ ക്ഷീണിച്ച പോലെ എനിക്ക് തോന്നുന്നു. ആണ്. ഞാൻ അങ്ങോട്ട് വന്നപ്പോ നായര് ചൂട് ബോളി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ബോളി ഭയങ്കര ഇഷ്ടമല്ല, അതല്ലേ എന്നും നായർ ഉണ്ടാക്കൂലല്ലോ. അത് ശരി. അത് കൊടങ്ങാളെ പള്ളിപ്പെരുന്നാളിന് ബോളി ഓടിച്ചെന്ന് ഓർമ്മയാ. നീ ഇരിക്കും. മോനൂട്ടാ, കൊച്ചുനാളി വിളിച്ച പോലെ. മോനൂട്ടന് ബോളി വേണോ കേക്ക് വേണോ? ബോളി. ആദ്യമേ ബോളി കഴിച്ച് നാവിനൊരു മയമായിട്ട് കേക്ക് കഴിക്കാം. എല്ലാം കഴിക്കാം. നായരേ, ഓ നീ വന്നേ. ആ കിളിച്ചോ, എൻ്റെ അനിയനൊരു ചൂട് ബോളി കൊടുത്തേ. അത് കഴിച്ചു കഴിഞ്ഞിട്ട് അവനൊരു കേക്കും കൊടുക്കണം. പിന്നെ ഒരു ഗ്ലാസ് പാല്. ബോളി എടുക്ക്, ചൂട് ബോളി പറഞ്ഞ് എടുത്തോണ്ട് വാ. അച്ഛമ്മ പോയിട്ട് ഞാൻ പോയിട്ട് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ. ഇനി അവർ നിർബന്ധിച്ചാൽ ചില അപ്പക്കുട്ടി സാറ് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കും. നോക്കാം. ആ ഭർത്താവേ, എത്ര മടക്ക. അവിടെയൊക്കെ പൊടിച്ചിട്ടല്ലേ മോനെ? കഴിക്കും. ചൂട് പാല് പറഞ്ഞ തരാം, അതെല്ലാം മേടിച്ചു തരാം. എന്ന് പറഞ്ഞാൽ QR കോഡ് സ്കാൻ ചെയ്ത് അല്ലണ്ട കഴി കഴിക്ക്. പിന്നെ എന്ത് വേണോ വെച്ചാൽ അവന് കൊടുത്തോ കേട്ടോ. ഞാനെന്നാ പോട്ടെ. അൻസാർ അവിടെ നിൽപ്പോണ്ട് എന്നെ അങ്ങോട്ട് വിടാന്ന് പറഞ്ഞു, റെയിൽവേ സ്റ്റേഷൻ. ആ ശരി. പറ്റിൽ എഴുതിയേക്കട്ടെ. ഏതിതോ? ആ എഴുതിക്കോ. പിന്നെ ഓക്കെ മോനെ. നായരട്ടാ, ഓ ഒരു ഇച്ചിരി പേപ്പർ ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് കാര്യമുണ്ട്. തിന്നോണ്ടിരിക്കാൻ സമയമില്ല, പൊഞ്ഞോണ്ട് പോവാ. നല്ല രുചിയുണ്ട്. പാലൊന്നും എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. അതെ, ആ സഞ്ചി ഇപ്പൊ കൊണ്ടുവന്നോ അതോ പിന്നെ കൊണ്ടുവന്നോളൂ? ഏത് സഞ്ചി? ഇവിടുന്ന സഞ്ചി. ഇവിടുന്ന് സഞ്ചി എന്തിയെ? ഇവിടുന്ന് സഞ്ചി എന്തിയെ? അതറിഞ്ഞില്ലയോ? എന്തറിഞ്ഞ? ക്ലീറ്റ് എനിക്ക് വിറ്റില്ലയോ? വിറ്റെന്ന്? എന്താ വിറ്റെന്ന്? ആ അരി വിറ്റിട്ട് ഞാൻ 500 രൂപ എണ്ണി ഇങ്ങനെ പുളിങ്കുരു മുതൽ എണ്ണി അങ്ങോട്ട് കൊടുത്തേ ഉള്ളൂ. തോന്നിയാസം പറയുന്ന ആരേട്ടാ? ഇവിടെ ഞാൻ റേഷൻ കടയിൽ നിന്ന് മേടിച്ചാൽ അരി നിങ്ങൾക്ക് വിറ്റത്. നിങ്ങൾ എന്ത് ഒത്താനാ പറയുന്നേപ്പാ? സാധനം ഞാൻ പൈസ എണ്ണി അങ്ങോട്ട് കൊടുത്തതാ. വഴക്കുണ്ടാക്കാനും പോന്നേ. അച്ഛമ്മ ഞാൻ വിളിക്കട്ടെ. അരി വിറ്റിട്ടില്ലെന്ന് പറഞ്ഞ് ഇന്ന് നായരെ ഞാൻ മേനനാക്കും. അച്ഛമ്മേ, അച്ഛമ്മേ, ഈ നായരേട്ടൻ പറയുന്നത് ഞാൻ റേഷൻ കടയിൽ നിന്ന് മേടിച്ചോണ്ട് അരി അച്ഛമ്മ ഇവിടെ വിറ്റെന്ന്. അത് ഞാൻ വിറ്റ് മോനൂട്ടാ, അത് ഞാൻ വിറ്റ്. കാരണം എനിക്ക് കൊല്ലത്ത് പോകണല്ലേടാ, വണ്ടിക്കാശ് വേണ്ടേ? ഒരു പണിയാ അച്ഛമ്മേലെടുത്ത് കാണിച്ചത്. അതെ, നീ ഇത് തങ്കത്തിനോട് പറയണ്ട. ഞാൻ മരണവരെ എങ്ങനെയെങ്കിലും നീ സാഹചര്യം ഒന്ന് തരണം ചെയ്യണം. എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ആരിയില്ലാതെ അവരെല്ലാം പരിക്കകത്തുനിന്ന് കയറ്റത്തില്ല. നിങ്ങൾ എന്തൊരു പണിയല്ലേ കാണിച്ച്? നിനക്ക് നല്ല ഐഡിയ ഉള്ള ചെറുക്കനല്ലേടാ, നീ വിചാരിച്ച പലതും നടക്കും. അച്ഛമ്മീ വിളിച്ചോണ്ട് വന്ന് ഈ ഊളോ സാധനം മേടിച്ചെന്ന് മോനോട്ടാന്ന് വിളിച്ചിമ്മാരി പണി ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. അത് ഇത് കുറെ അരി എടുത്ത് എനിക്ക് വായിക്കരിട്ടിട്ട് പോയപ്പോരായിരുന്നു. മോനോട്ട് ട്രെയിന് വന്നേ, ഞാൻ കേറുവാണേ. അച്ഛമ്മേ, എന്തായി? വിറ്റോ? 25 കിലോ അരിയെ 20 രൂപ വെച്ചേ 500 രൂപ ഇങ്ങനെ ഫുളൂസ് ഇങ്ങനെ എണ്ണി കൊടുത്ത്.
അതും മേടിച്ചോണ്ട് അങ്ങോട്ട് പോയ പുള്ളി. അല്ല ആ പൈസ മച്ചമ്പിക്ക് തിരിച്ചു തരും. ഇപ്പൊ തനിക്ക് തൽക്കാലം അരി തരാൻ പറ്റുമോ? അരി ഞാൻ തരാനോ? ഒരു 500 ഞെടു. അല്ല ഇതില്ല വീട്ടിൽ ഇപ്പോഴേ ഈ ഈ ഈ ഞണ്ണിയില്ലേ, അതിൻ്റെ കൂടെ പൈസ തന്നിട്ട് പോയാൽ മതി. അതിന്റെ പൈസ ഞാൻ തരാം. ഒരു കാര്യം ചെയ്യ്, എനിക്ക് ആ സഞ്ചി എങ്ങനെ തിരിച്ചു സഞ്ചിയോ? ഇപ്പൊ തരാം. തങ്ങഞ്ചി എടുത്തിട്ട് പിന്നെ എന്തോ പറയും. കേരളത്തിൽ അരിക്ക് വില കൂടി. ഉച്ചക്കേ ഞാനിപ്പോ ഇച്ചിരി ഡയറ്റൊക്കെ നോക്കുന്നുണ്ട്. ചപ്പാത്തിയാ, ചിക്കൻ കറി ഉണ്ട്, നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കാം. അയ്യോ, ചിക്കൻ കറി എനിക്ക് വേണ്ട. അതിന് ഞാൻ വ്രതത്തിലാ. ഇപ്പൊ ഒരു വ്രതം കഴിഞ്ഞല്ലേ ഉള്ളൂ. അതല്ല, നമ്മുടെ വീടിനടുത്ത് തൊട്ടടുത്ത വീട്ടിലെ ആ ചേച്ചിയില്ലേ ലളിത, ആ ചേച്ചിയും സുമയെന്ന് പറഞ്ഞൊരു എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അവളും ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോണം. ട്രിപ്പ് പോണേന് എന്തിനാ വ്രതം? അയ്യോ, അത് എവിടേക്കാന്നറിയോ? മൂകാംബിക, പളനി, അങ്ങനെ അമ്പലങ്ങളിലാ. 10 ദിവസം. പളനിയിലൊക്കെ അമ്മായി പോയതല്ലേ? വീണ്ടും പോകുന്നതിനെന്തോ ദൈവത്തെ കാണാൻ പോവല്ലേ. എത്ര ദിവസാന്ന്? 10 ദിവസം. എന്റെ ഈശ്വര, അപ്പൊ ഈ അമ്മാവൻ എന്ത് ചെയ്യും? അമ്മാവൻ എന്തിനാ? അമ്മാവനാ പറഞ്ഞ എന്നോട് പൊയ്ക്കോളാൻ. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കട്ടെ, 10 ദിവസമല്ലേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇല്ലേ അമ്മാവനെ നോക്കാൻ? എനിക്കെന്തായാലും ഒന്ന് പോണം. എന്തിയടാ? ഞാൻ ചെരുപ്പ് മാറ് കാലക്കുരുങ്ങി. ഇതെന്താ അരി കിട്ടിയില്ലേ? അരി കിട്ടിയില്ല. അതെന്താ? അത് പിന്നെ നമ്മുടെ OTP നോക്കിയിട്ടേ ബില്ലടിച്ചിട്ട് അരി തൂക്കാൻ നോക്കിയപ്പോ കുറച്ച് അരിയേ ഉള്ളൂ. അതാണ് ഒരുമാതിരി ഉളുപ്പനും അല്ലാത്തൊരു ചുവന്ന സ്മെല്ലും ഒക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞോണ്ട് ഒരു കാര്യം ചെയ്യും, നീ ബില്ല് വിട്ടിരിക്കട്ടെ, പോയിട്ട് ഇന്ന് വൈകിട്ടോ നാളെ വരും, അപ്പൊ നീ വരാൻ പറഞ്ഞു. തരും. ദൈവം, ഇനിയിപ്പൊ എന്ത് ചെയ്യും ഞാൻ? അതെന്താ നാളത്തേക്ക് അരിയില്ലേ? നാളത്തേക്ക് കാര്യമുണ്ട് അമ്മായി. അതല്ല, അവിടുന്ന് 25 കിലോ അരി കിട്ടും റേഷൻ കടയിൽ നിന്ന്. ഇവിടെ എന്തിനാ അത്ര അരി? ഞാനീ പിള്ളേരല്ലേ ഉള്ളൂ, ക്ലീറ്റ മിക്കവാറും പുറത്തുനിന്നാ. അപ്പൊ വെറുതെ അതിവിടെ വെച്ച് ചീത്താക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്പിളി ചേച്ചി ഇല്ലേ, അവർക്ക് കൊടുക്കും. അവര് ചില പൈസ എനിക്ക് അതിന് തരും. അത് തന്നെ നടന്നത്. അല്ല, ഞാൻ ഇനിയിപ്പോ എന്ന് കിട്ടും അരി? എന്ന് കിട്ടും? ഇന്ന് വൈകിട്ട് വരുവാന്ന്, ഇന്ന് വൈകിട്ടല്ല നാളെ രാവിലെ. ഞാൻ തന്നെ ചില ബില്ല് അവിടെ ഇരിക്കാന്നല്ല ഞാൻ പോയി. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ മാസം അവര് പ്രതീക്ഷിച്ചിരിക്കും. അത് കൊടുത്തില്ലെങ്കിൽ അവര് എന്നെ മേടിക്കൂല ചിലപ്പോ. നീ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവർക്കാണ് ഇച്ചിരി ഡമ്പ് കൂടുതലാ. പിന്നെ ആവശ്യം നമ്മുടെ ആയതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. ഞാൻ കിടക്കട്ടെ, വെയില് ഉണ്ട്. നാളെ പോണം കേട്ടോ. പോയോ? അല്ലടി, എവനെ പറഞ്ഞു വെച്ചാൽ അരി കൊടുത്തേക്കൂ. ആ OTP വന്നായിരുന്നു. ഞാൻ OTP പറഞ്ഞാലും മതിയല്ലോ. അപ്പൊ OTP പറഞ്ഞു കൊടുത്ത്. ഈ റേഷൻ കടക്കാർക്ക് ഒരു ബോധവും പൊക്കണോ ഇല്ല കേട്ടോ. ശരിയാ, ഇല്ലാതെ നോക്കാതെയാണോ ഇതൊക്കെ കാണിച്ചു വെക്കുന്നത്? ഈ മാവ് കഴിക്കുന്ന ഒരു മെഷീൻ ഉണ്ടടി, ഗിരിയേട്ടൻ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. ക്ലീറ്റോ അത് എന്ന് മേടിച്ചതാ? ഇവിടെ ഉണ്ട്. ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ദേ ഇരിക്കുന്നു തങ്കം. കോമഡി. സുൽച്ചേച്ചി, ഓ, ഇതെവിടെയാ പോയേ? ഞാൻ റേഷൻ കടയിൽ പോയി. ദൈവമേ, അരി കിട്ടിയില്ല അല്ലേ? കിട്ടി തങ്കം. കിട്ടിയാ? ദൈവമേ, അത് കൊള്ളൂലാത്ത അരിയായിരുന്നില്ല, ഒരു ഇച്ചിരിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലെന്ന്, നല്ല പുതിയ ചാക്ക് പൊട്ടിച്ച നല്ല അരി. പുതിയ ചാക്ക് പൊട്ടിച്ച അരി ഇല്ലാന്ന് പറഞ്ഞ് ആരെ? റേഷൻ കടക്കാരൻ. ഉണ്ട്, നല്ല അരിയാണോ? പിന്നെ എവിടെ നോക്കട്ടെ? നല്ല അരി പുതിയ ചാക്കിന്ന് തന്നതല്ലേ. അയ്യോ, നല്ല ഒന്നാന്തരം അരി. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ പുള്ളേ. അവ പറഞ്ഞു ചാക്ക് പൊട്ടിച്ചോരുന്നു, അതിന്റെ അടിയിൽ ഒരു ഇച്ചിരിക്കോളം ഉണ്ട്, അരി വരുമ്പോ നല്ലത് തരാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? റേഷൻ കടക്കാരൻ പറഞ്ഞു. ഞാൻ കണ്ടല്ലേ റൊണാൾഡോ റേഷൻ കടയിൽ നിന്ന് ഇറങ്ങി പോണത്. അരി ഉണ്ടായിരുന്നു അവന്റെ അടുത്ത്. പിന്നെ അവന്റെ കയ്യിൽ ബിഗ് ഷോപ്പറും നിറച്ച് കൊണ്ടുപോണല്ലേ. എന്തെങ്കിലും വന്നില്ലേ? ഇവിടെ വന്നത് കാല് ബിഗ് ഷോപ്പറും കൊണ്ടാ. കാല് ബിഗ് ഷോപ്പറാ? അവൻ സാധനവും കൊണ്ട് പറഞ്ഞാൽ ഞാൻ കണ്ടതല്ലേ. ഞാൻ വിളിച്ചു അവനെ, പക്ഷെ അവൻ കേട്ടില്ല. അവൻ ഭയങ്കര സ്പീഡിന് പോണാണ്ട്. ചേച്ചി പോക്കോ. റൊണാൾഡേ, റൊണാൾഡേ, ഇങ്ങൊന്നേടാ. കിടക്കുവായിരുന്നോ? ഞാൻ മൊബൈലിൽ ഒരു
പിന്നെ എവാളുടെ അക്കരയിലും ഹരി ഹരി അതിനാണ് എവാളത് അക്കരയിലും തേന്മാകുമ്പത്തിനകത്ത് കിടല സീനാത്. നല്ല പടമായിരുന്നല്ലേ? നല്ല പടം പിന്നെ സൂപ്പർ അല്ലായിരുന്നു. അതുപോലെ നല്ലൊരു പടം ഞാൻ നിന്റെ ഇവിടെ ഭിത്തിയിൽ വെക്കട്ടെ, മാലയൊക്കെ ഇട്ട്. മാലയിട്ടെ നല്ലതാണ് ഇങ്ങനെ വെച്ചത്. ഇങ്ങനെ നിക്കണേക്കാളും നല്ലത് മാല ഇട്ട് വെക്കുന്നതായിരിക്കും. മാലയിട്ട് ഞാൻ ചത്തുപോകുമ്പോഴില്ലേ മാലയിട്ട്? നീ ഇപ്പൊ ചാവുമല്ലോ. ചാവുമ്പോ ഞാനിപ്പോ നിന്നിപ്പൊ കൊല്ലും. എന്തിന്? എന്തിനായിരിക്കും? 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 ആ മെനഞ്ഞാത് മറ്റേ മേശേണ്ണം തന്ന പൈസ 200 രൂപ ഞാൻ മറിച്ചായിരുന്നു. അത് ഇത്ര അത് വേണ്ട, അതല്ല, വേറെ എന്തിനായിരിക്കും? വേറെ വേറെ ഒരാഴ്ചക്കുള്ളിൽ വേറെ ഒന്നുമില്ലല്ലോ. ഇന്ന് വേറെ ഒന്നുമില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുസി പോയി കഴിച്ചു, കുഴപ്പമില്ല, വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. ഇന്ന് വേറൊന്നുമില്ലല്ലേ? ഇന്ന് വേറൊന്നുമില്ലല്ലേ? ഇത് കേറണോ? ഇത് ഞാൻ കേട്ടണോ? നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഈ വീട്ടില് ഞാൻ അറിയാതെ ഒരു ഇല പോലും മാറൂല, മനസ്സിലായോ? നീ ആരെയാ പറ്റിക്കാന്ന് വിചാരിച്ചത്? പറ്റിച്ചതല്ല. പിന്നെ പറ്റിക്കുന്നത് പിന്നെ എന്താണ് പറയണ? പല്ലടിച്ച് ഞാൻ താഴ്ത്തില്ല. ഞാൻ ഒരു കൈമാറ്റ വ്യവസ്ഥ 2 ദിവസത്തിനുള്ളിൽ പൈസ കിട്ടുമ്പോ ഒന്നെങ്കിൽ പൈസ ആയിട്ടോ അല്ല അരിയായിട്ടോ തിരിച്ചു തരും. ഒന്നും പറ്റൂല. എനിക്കിതേ ഇപ്പൊ ഈ നിമിഷം റേഷൻ കടയിൽ പോയിട്ട് പൈസ അരി മേടിച്ചോണ്ട് വന്നോണം. അത് ഈ ആഴ്ചത്തെ റേഷൻ നമ്മൾ മേടിച്ചില്ല, ഇനി കിട്ടൂല. ഇന്ന് നീ മേടിച്ചത് എന്തായിരുന്നു പിന്നെ? ഇന്ന് നീ മേടിച്ചത് എന്തായിരുന്നു പിന്നെ? നിനക്കൊക്കെ പുള്ള കളിക്കാനുള്ള ഉണ്ടാക്കി വെച്ചേക്കണാണോ റേഷനരി? റേഷൻ എന്തായാലും നിങ്ങൾ മറിച്ച് വെക്കാനുള്ളതല്ലേ, അത് ഞാനൊന്ന് വിട്ടു. ആ പൈസ കണ്ട തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മേടിച്ചോണ്ട് വേറെ റൊണാൾഡെ കളിക്കല്ലേ കളിക്കല്ലേ. കയ്യില് പൈസ ഒന്നും ഇല്ലാത്തോണ്ടാണ്. കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അറിയേണ്ട കാര്യമാണോ? അല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് 500 ആവശ്യം വന്നപ്പോ ഞാൻ വിറ്റേ. അതുകൊണ്ട് എടാ, ആ മനുഷ്യനുണ്ടല്ലോ, ആ ക്ലീറ്റോ, എത്ര നാൾ ഈ കുടുംബത്തിൽ കിടന്ന് പൈസ ഇല്ലാതെ കിടന്ന് നരകിക്കുന്നു. ആ പാവം പിടിച്ച മനുഷ്യൻ പോലും കാണിച്ചിട്ടില്ലല്ലോ ഈ പരിപാടി. വീട്ടിൽ കിടക്കണ സാധനങ്ങൾ എടുത്ത് പുറത്ത് മറിച്ചു വെക്കുവാണോടാ? മറിച്ചു വെക്കാനാണോടാ ചെയ്യേണ്ടത്? ഞാൻ അത് തരാം, തിരിച്ചു തരാം. 500 550 തരും. വേണ്ട, എനിക്ക് അരി ഇന്ന് ഈ നിമിഷം കിട്ടണം. ഞാൻ ഇനി 25 കിലോ ഒരു പൈസ ആയിട്ട് മേടിക്കാൻ എന്റെ ഇല്ല, റേഷൻ കടയിൽ നിന്ന് കിട്ടത്തില്ല. റേഷൻ കടയിൽ നിന്ന് കിട്ടൂലേ? അപ്പൊ നീ എന്നെ എങ്ങനെ പറ്റിക്കാന്ന് വിചാരിച്ച്? ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ റേഷൻ കടയിൽ നിന്ന് പോയി മേടിപ്പിക്കൂലേ? നാളെ ഞാനല്ലേ പോകുന്ന. അപ്പൊ വേറെ എന്തെങ്കിലും നോണ പറയും. ഒരു പ്രാവശ്യത്തെ ഇങ്ങോട്ട് മാറി നിന്നേ, നീ ഇങ്ങോട്ട് മാറി നിന്നേ. ഇപ്പൊ വരാവേ. അച്ഛമ്മി, നിങ്ങൾ കാണിച്ച പാദത്തിൽ ഞാൻ അവിടെ കിടന്ന് ഒരുങ്ങോ ഉറവായിരിക്കുന്ന കേട്ടു. എന്നിട്ട് ഞാൻ ഒറ്റ കൊടുത്തില്ല. അരി മേടിച്ചിട്ടുണ്ടോ? അല്ല, അരി മേടിക്കണ പൈസ വേണ്ട, എന്റെ ഇല്ല. പൈസ വേണം. എന്റെ പൊന്ന് റൊണാൾഡോ, നീ എന്തൊക്കെ നുണയാണ് പറയണത്? OTP എടുത്ത് അടിച്ച് ബില്ലടിച്ചു കഴിഞ്ഞപ്പോ ആ ചേട്ടൻ നോക്കിയപ്പോ ചാക്കിന്റെ മൂലയിൽ പുഴുത്ത അരി. എടാ, ഈ നുണ പറയാൻ കാണിക്കുന്ന ബുദ്ധി ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനോ പണിയെടുക്കാനോ കാണിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇത്രേ നീ കിടന്ന് അരിഷ്ടപ്പെടേണ്ടി വരില്ല. പോ പോ പോ. ഈ കത്രി ഇവിടെ തന്നെ ഉണ്ടെന്ന് വിചാരിച്ചോളണം. ഒരു പ്രാവശ്യവും ഇല്ല മോനെ. വേഗം അരി മേടിച്ചോണ്ട് വന്നോ. നീ ആരെ കൊന്നിട്ടാണെങ്കിലും വേണ്ടിയില്ല, എനിക്ക് അരി കിട്ടിക്കൊള്ളണം. അല്ല, ഇനി ഈ പരിപാടി കാണിക്കരുത്. അരി മറിച്ചു വെക്കാൻ നടക്കുന്നു. റേഷൻ കടയിൽ അരിയൊക്കെ മറിച്ചു വെക്കണുണ്ടല്ലോ, എന്ത് തെറ്റാന്നറിയാമോ നിനക്ക്? എനിക്ക് ആ അരി തന്നേ പറ്റൂ. എനിക്ക് അരി ഇല്ലാതെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. 500 രൂപ ഉണ്ടോ? അത് മച്ചമ്മി വരുമ്പോ തരും. ഞാൻ വിളിച്ചായിരുന്നു. അയ്യോ, അതിനാ ആ അരി വെള്ളത്തിലിട്ട് പോയി ആട്ടാൻ. ചുമ്മാ തമാശ പറയല്ലേ. നിങ്ങൾ അരി താൻ എനിക്കല്ല വീട്ടിൽ കയറാൻ പറ്റത്തില്ല. എന്നോട് തിരിച്ച് കുടങ്ങാളേക്ക് പോകാൻ പറഞ്ഞേക്കുവാ. അല്ലെന്നേ, അത് ആട്ടാൻ വെള്ളത്തിലിട്ട് പോയി. പിന്നെ 25 കിലോയുടെ ആട്ട ഇരുന്ന് 5 സ്റ്റാർ ഹോട്ടലോ ആകെ 4 ഇഡലി ഉണ്ടാക്കുന്ന കട കള്ള. ഇവിടെ എത്ര പേര് ദോശ കഴിക്കുന്നേ രാവിലെ? നായരട്ടെ, ഇത് 500 രൂപ ഉണ്ടോ? 500 ഉണ്ട്. നിങ്ങൾ എന്ത് ആട്ട കിട്ട അരി വീണ്ടും ഉണക്കി തരും എനിക്ക്. 500 രൂപ തന്നാ അപ്പൊ അത് ഉണങ്ങി ഇങ്ങോട്ട് വരും. ഞാൻ എന്തോ പറയാം. പണി ഒപ്പിച്ച് കൂനൂട്ടാന്ന് വിളിച്ചു. മച്ചമ്പി,
ഞാൻ വന്ന് ചോദിച്ചിട്ട് നായനായിട്ട് എനിക്ക് അരി തന്നില്ല. ഞാൻ എന്തോ ചെയ്യണം നിങ്ങളൊന്ന് പറഞ്ഞിട്ട് പോകും. റൊണാൾഡേ, ഞാൻ ഇപ്പൊ സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണ്. നല്ല തിരക്കാണ്, നേതാക്കന്മാരെല്ലാം ഉണ്ട് എന്റെ ചുറ്റും. സാഹചര്യം ഒന്ന് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞു കേക്ക്, നീ ആ റോസ്മേരിയോട് പ്രയോഗിച്ച് എന്തെങ്കിലും പഴയ ഐഡിയ എടുത്തൊന്ന് പ്രയോഗിക്കും, നിനക്കത് തരണം ചെയ്യാൻ പറ്റും. എന്റെ അടുത്ത് വീട്ടിൽ പോകാനാ പറഞ്ഞു, അരിയില്ല പല ഘട്ടത്തിൽ എന്ന് പറഞ്ഞേക്കുവാ. ഞാൻ വെക്കാണ്, എനിക്ക് പരിയെ കുറിച്ച് സംസാരിക്കാനുള്ള സമയമല്ല. തങ്കച്ചേട്ടത്തി ആ ആയോ? നേരത്തെ പറഞ്ഞ ഇവാളിതേ അക്കരയിലും നോക്ക്, 25 കിലോയുണ്ട്, ചിലപ്പോ 50 ഗ്രാം കൂടുതലേ വരത്തു. ഒരു കുറവില്ല. ഇതെന്റെ അരിയല്ലല്ലോ. ഏതരിയാണേലും പകരം അരി 25 കിലോ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഈറ്റ് അപ്പം, നോട്ട് കൗണ്ട് കുഴി. ഓക്കെ, അപ്പം നിന്നാ മതി, കുഴി എണ്ണുണ്ടെന്ന്. 25 കിലോ അരി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അരി അല്ലല്ലോ അമ്പിളിക്ക് കൊടുക്കണത്. അമ്പിളിക്ക് കൊടുക്കോ കൊടുക്കാതിരിക്കോ, ഞാൻ 25 കിലോ അരി മറിച്ച് വിട്ടിട്ടുണ്ട്, പകരം 25 കിലോ അരി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ എന്നെ ഇവിടെ ഓടിച്ചു വിട്ടപ്പോ എന്താ പറഞ്ഞേ? റേഷൻ അരി മറിച്ച് വിൽക്കുന്ന കുറ്റകരമാണ്, കുറ്റകരമാണ്. അതാരാണ് ചെയ്തോണ്ടിരിക്കുന്നത്? അമ്പിളിക്ക് നിങ്ങൾ റേഷൻ അരി മറിച്ചല്ലേ വിൽക്കുന്നേ, അത് കുറ്റകരമല്ലേ? അല്ലേ എന്താ കണ്ണ് തെളിയൊന്നല്ല. ഞാൻ പരാതി വിട്ടെങ്കിൽ അകത്ത് പോവും. ഒന്ന് നല്ലോണം നുള്ളിക്കോ, ഒരു ചെറിയ പണി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. ആ ദേ, നിങ്ങൾ പറഞ്ഞ 25 കിലോ ഇവാളിതേ അക്കരയിലും. അച്ചമ്പി, ആ മോനെ, എന്തായി കാര്യങ്ങള്? എന്താവാൻ, അവസാനം 25 കിലോ അരി മേടിച്ചു കൊടുത്ത് ഞാൻ വീട്ടിൽ കയറി. മിടുക്കൻ, എനിക്കറിയാം നീ റേഷൻ കടക്കാരനെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുക്കൂന്ന്. അരി റേഷൻ കടയിൽ നല്ല മേടിച്ചു കൊടുത്തത്. പിന്നെ ബാബുവിന്റെ ഇടയിൽ നിന്ന്. ബാബുവിന്റെ ഇടയിൽ ആ കിലോ 50 രൂപ വിലയുള്ള 25 കിലോ അരി ബാബുവിന്റെ ഇടയിൽ നിന്ന് മേടിച്ചു കൊടുത്തത്. അങ്ങനെ ഇടത്ത് എന്നെ വീട്ടിൽ കയറ്റിയത്. അതിന്റെ പൈസ പച്ചമ്പയുടെ പറ്റിലെടുത്താൻ പറഞ്ഞു. 50 രൂപ വെച്ച് 1250 രൂപ. അത് നാളെ തന്നെ കൊടുക്കണമെന്നും പറഞ്ഞു. റൊണാൾഡേ, ഹലോ ഹലോ ഹലോ, Aliens.